ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു വാഷിംഗ് മെഷീൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ 2024 മോഡൽ എക്കോ ബൗൾ സാംസങ്ങിൻ്റെ 7 kg വാഷിംഗ് മെഷീൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീന് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ ഞാനിത് മേടിച്ചിട്ട് 2 മാസമായി. 2 മാസമായതുകൊണ്ട് ഞാനത് ഉപയോഗിച്ച് അതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ബെനഫിറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്നിരുന്നാലും പേഴ്സണലി എനിക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ തന്നെയാണ് ഇഷ്ടം. ഈ വാഷിംഗ് മെഷീൻ്റെ ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ ഇതുണ്ട്. ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഫ്യൂച്ചറെല്ലാം ഇതുണ്ടോ. ഇതിൻ്റെ സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഇതാണ് ഈ വാഷിംഗ് മെഷീൻ്റെ ഓരോ ഫീച്ചറുകളും. ഇതാണ് ഇതിൻ്റെ 1 നിൽക്കുവാണ്, 1 എന്നുള്ള നമ്പർ നിൽക്കുകയാണെങ്കിൽ നോർമൽ, 2ാമത്തെ നിൽക്കുകയാണ് ക്വിക്ക് വാഷ്, 3ാമത്തെ നമ്മൾ സിൽക്ക് അങ്ങനത്തെ സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിൽക്കുമല്ലോ, അലക്കാനിടുമല്ലോ, അതാണെങ്കിൽ സാരിയൊക്കെ അലക്കുന്ന ഇതാണ്. 3ാമത്തേതാണ് നമ്മൾ ബെഡ്ഷീറ്റ്, 4ാമത്തേലും ബെഡ്ഷീറ്റ്, പുതപ്പ് അങ്ങനത്തെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നതാണ് 4 നിൽക്കുമ്പോൾ നമുക്ക് വരുന്നത്. പിന്നെ 5ാമത്തെ വരുന്നതാണ് ജീൻസ് അലക്കാനുള്ളത്. പിന്നെ 6ാമത് വരുന്നതാണ് എനർജി സേവിങ് എന്നും പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ സമയം വെച്ചിട്ട് പോകാനുള്ളതാണ് എനർജി സേവിങ് എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ 7ാമത്തതാണ് റിൻസ് ആൻഡ് സ്പിന്ന്, തുണി ഉണങ്ങുന്നതിനും സ്പിൻ ചെയ്യുന്നതിനുമുള്ള അത്. പിന്നെ 8ാമത്തെയാണ് ഇക്കോ ക്ലീനിങ്, ടബ് ക്ലീനിങ്. ഇത് ടബ് ക്ലീൻ ചെയ്യുന്നതിന് ഇതിൻ്റെ അകത്ത് ടബ് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണിത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ ഞാനിവിടെ കാണിച്ച സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, ആ സിസ്റ്റം ഇവിടെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. ഇവിടെ ഞാനൊന്ന് ഓണാക്കി കാണിക്കാം. ഓണാക്കി കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓണാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓണാക്കി. ഇത് 2 ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് 40 വെള്ളം വന്നു. ഇതിൻ്റെ തുണിയൊന്നും ഇല്ലാത്ത കാരണം ആദ്യമേ നമുക്ക് നമ്മൾ തുണി ഇടാതെ ഇതിലെക്കുമ്പോൾ ഇതൊരു സമയം നമുക്ക് ഈ ടബ് നമുക്ക് റെഡി ആകുമെന്നുള്ളതിൻ്റെ ഒരു കാര്യം കാണിക്കും ഇതിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ 1 നിൽക്കുമ്പോഴാണ്, 2 നിൽക്കുമ്പോഴാണ് 43 വരെ നമ്മുടെ തുണി അലക്കാനൊക്കെ ഉള്ള ഇത് വരുന്നത്. പിന്നെ ഡിലേ, നമുക്ക് നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ നമുക്ക് ഡിലേ ചെയ്ത് നമുക്കത് സെറ്റാക്കി വെക്കാനുള്ള കാര്യം ഇവിടെ അതിൻ്റെ ഫങ്ഷനും ഉണ്ട്. ഇതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ അതിൻ്റെ സെറ്റാക്കുന്ന മോഡുള്ളത്. പിന്നെ ഇതിലാണ് വാട്ടർ ലെവൽ ചെയ്യുന്നത്. ഇപ്പം 1 മുതൽ ഞാനിവിടെ നിൽക്കുമ്പോൾ കണ്ടോ, 1, 5, 1, 2, 3, 4, 5 വരെ വാട്ടർ ലെവലുണ്ട്. നമുക്ക് സാധാരണ 1 ഞെക്കി വാട്ടർ ലെവലാക്കുമ്പോൾ 35 വരും. നമുക്കത് മതി. പിന്നെ ഇത് നമ്മൾ തുണി കഴുകാനിടുമ്പോഴത്തേക്കുള്ള ഫങ്ഷനാണ്. വാഷുണ്ട്, റിൻസുണ്ട്, സ്പിന്നുണ്ട്. അത് നമ്മൾ തുണി കഴിയുമ്പോൾ വാഷ് തന്നെ ആയിക്കോളും. പിന്നെ അതിൻ്റെ സമയം കഴിയുമ്പോൾ റിൻസ്, സ്പിന്ന് ഇതെല്ലാം ആയിക്കോളും. പിന്നെ ഇവിടെ ഒരു ചൈൽഡ് ലോക്കുണ്ട്. ഇവിടെ ഒരു ചൈൽഡ് ലോക്കുണ്ട്. കുട്ടികൾക്ക് ഇതൊന്നും ആകാതിരിക്കാൻ വേണ്ടി 2 വാട്ടറിൻ്റെ ലെവൽ കണ്ടന്റ് ചെയ്ത് നമുക്ക് ഈ 2 നമ്മൾ ഇവിടെയും കൂടെ കൂട്ടി ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴാണ് അതിവിടെ ഞെക്കുമ്പോഴത്തേക്ക് നമുക്കൊരിത് വരും, ഒരു സിമ്പിൾ വരും. അതാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഒരു അലാറമുണ്ട്. അലാറം ഇവിടെ അലാറം ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ അലാറം ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഫങ്ഷൻ. പിന്നെ തുറന്ന് നമ്മൾ നോക്കുമ്പം നമുക്ക് സോപ്പ് പൊടിയോ ലിക്വിഡോ ഒഴിക്കാനുള്ള ഇത്. ഞാൻ സോപ്പ് പൊടി ഉപയോഗിക്കും, ലിക്വിഡ് ഉപയോഗിക്കും, 2 ഉപയോഗിക്കും. അതാണ് ഇത്. പിന്നെ
അതുകൊണ്ട് 3 ചെറിയ ഹോള് കാണുന്നുണ്ടോ? ഈ ഹോളിലാണ് നമുക്ക് കംഫർട്ട് അങ്ങനെ നമുക്ക് തുണി മുക്കാനുള്ള മണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ അത് ഒഴിക്കാനുള്ള ഇതാണ് ഈ ഒരു സാധനം. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഡബ്ബ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇതൊഴിക്കുന്ന ഇതാണ് ഈ കാണുന്നത് ഇത്. പിന്നെ ഇതിൻ്റെ അകത്തെ ഫ്യൂച്ചർ എന്ന് പറയുവാണെങ്കിൽ ഇതുണ്ട്, നല്ല കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്റ്റീലിൻ്റെ ഡബ്ബാണ്, സ്റ്റീലിൻ്റെ ഡബ്ബാണ് ഈ വെച്ചേക്കുന്നത്, സ്റ്റീലാണ്. പിന്നെ 7 kg കൊള്ളുന്ന വാഷിംഗ് മെഷീനാണല്ലോ, അത് കാരണം ഒരുമാതിരി നല്ല തുണിയൊക്കെ നമുക്ക് അലക്കാൻ പറ്റും. നല്ല സ്പേസുള്ള ഒരു ഡബ്ബാണ് ഇത്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയേണ്ട ഒരു സാധനം ഇത് കണ്ടോ, ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് നമുക്ക് ഈസിയായിട്ട് ഇളക്കിയെടുക്കാം. ഈസിയായിട്ട് ഇളക്കിയെടുത്ത് ഇത് നമുക്ക് നമ്മുടെ തുണി ഇളക്കാൻ പറ്റും. നൂലും കാര്യങ്ങളും എല്ലാം ഇതിൽ അടിയും വന്ന് അത് നമ്മൾ ഈസിയായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഈ കറുത്ത പാൻസ്, ഷർട്ട് ഇതിലൊക്കെ പിടിക്കുന്ന നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതിൽ പറ്റത്തില്ല. ഇത് തുറക്കാം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാം. ഒരു കൈ ഫോൺ പിടിച്ചിരിക്കുന്ന കാരണമാണ്. ഇപ്പം ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ ഇതിങ്ങനെ തുറന്ന് കാണും. ഇപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നുമില്ല. ഇത് സാധനത്തിലാണ് ഈ അഴുക്കും ചെളികളും എല്ലാം പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ ആഴ്ചയ്ക്കൊന്നോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന കാരണം ഇതിലൊരഴുക്കുമില്ല. അതുകൊണ്ട് ഈ നൂലെല്ലാം ഇതിൽ വന്ന് പിടിച്ച് ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്ന കാരണം ഇതിലൊന്നുമില്ല കേട്ടോ. നിങ്ങളും ഇത് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് മെറ്റാലിക് നല്ല സൂപ്പർ ബോഡിയാണ് കേട്ടോ. ആരും ഒന്നും നമുക്ക് മേടിക്കാം. ഇത് 5 സ്റ്റാറിൻ്റെ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതിലുണ്ട് വാഷിംഗ് മെഷീൻ്റെ പവറും സേവിങ് സ്പീഡും എല്ലാം അതുകൊണ്ട് ഇത് പവർ സേവിങ് സ്പീഡും എല്ലാം ഇതിൽ തന്നെയുണ്ട്. 5 സ്റ്റാറാണ് കേട്ടോ. 7 kg ഉണ്ട്, 7 kg കണ്ണുങ്ങൾക്ക് കാണുന്ന 7 kg ആണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ. പിന്നെ ബാക്കി വെള്ളം ട്രെയിൻ ചെയ്യുന്നതും അതൊക്കെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, എനിക്ക് പേഴ്സണലി പിന്നെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇഷ്ടം. പിന്നെ ഇന്നത്തെ കാലത്ത് ആർക്കും തുണി കിടക്കുമ്പോൾ വെള്ളത്തിൻ്റെ വെള്ളം എടുത്ത് കളയാനും ഒഴിച്ച് കളയാനൊന്നും ഇത് ഓട്ടോമാറ്റിക് ആകുമ്പോഴത്തേക്കും അതെല്ലാം അത് തന്നെ ചെയ്തോളും. മറ്റേലാകുമ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ അടുത്ത് നിൽക്കണം. ഒന്നും കൂടി ഞാൻ പറയാം, പേഴ്സണലി എനിക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇഷ്ടം. ഇതും കുറ്റമില്ല, മേടിക്കേണ്ടവർക്ക് മേടിക്കാം കേട്ടോ. ഞാൻ എന്താ പറയുക, എനിക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ്.